നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിക്കുന്നു. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അക്രമങ്ങളും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ വിയോജിപ്പുകൾ മറന്ന് പ്രതിരോധം തീർക്കാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തയ്യാറാകുന്നത്. സാമൂഹിക വിപത്തിനെതിരെ ഒന്നിക്കാനുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ചർച്ചയാകാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാരിൻ്റെ നടപടികളിലെ വീഴ്ചയും വിയോജിപ്പും ചർച്ചയിൽ പ്രകടിപ്പിച്ചെങ്കിലും ലഹരിക്കെതിരെ കർമ്മ പദ്ധതി തയ്യാറാക്കി സർക്കാർ ഇറങ്ങിയാൽ ഒപ്പം നിൽക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും ഉറപ്പു നൽകി. സമീപകാല സംഭവങ്ങൾ അതീവ ഗൗരവതരമാണെന്നും പല മുഖങ്ങളും പല തലങ്ങളിലുമുള്ള വിഷയമാണെന്നും ഒരു ചർച്ച കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. അതീവ ഗൗരവമുള്ള വിഷയമാണിതെന്നും ഒരു ഭാഗം നിയമ നടപടിയാണെന്നും അത് കർശനമായി എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്രമസമാധാന പ്രശ്നം മാത്രമല്ലെന്നും രാഷ്ട്രീയമായി ചുരുക്കി കാണേണ്ടതില്ലെന്നും കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമോത്സുകത കാണേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. കേരളത്തിൽ വളർന്നുവരുന്ന ലഹരി ഉപയോഗത്തിൻ്റെയും അക്രമ പരമ്പരകളെയും കുറിച്ചുള്ള അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടെ പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളിയിൽ പ്രകോപിതനായ പിണറായിക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രമേശ് ചെന്നിത്തല മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ വിളിച്ചതെന്നും അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ എടോ ഗോപാലകൃഷ്ണ എന്നല്ലോ എന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. കഴിഞ്ഞ 4 വർഷവും മുഖ്യമന്ത്രിയെ അപമാനിച്ചു ഒരു വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്നും ഞാൻ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരായിരുന്നവരെ പറഞ്ഞതൊക്കെ ഓർമ്മിപ്പിക്കരുതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടു. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല. ഇത്ര മോശമായി തയ്യാറാക്കിയ ബിൽ നിയമസഭയിൽ ഇതിന് മുമ്പ് അവതരിപ്പിച്ചില്ലെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. UGC മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് ബില്ലെന്നായിരുന്നു മന്ത്രി R ബിന്ദുവിൻ്റെ മറുപടി. പ്രൊഫസർ ചാൻസലർ എന്ന നിലക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നിലവിൽ തന്നെ അധികാരങ്ങളുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ രാജ്യത്തെ ഏറ്റവും മികച്ച പബ്ലിക് സർവീസ് കമ്മീഷനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 275 ലക്ഷം നിയമനങ്ങൾ 8 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് PSC വഴി നടന്നു. ഇത് രാജ്യത്തിൻ്റെ ആകെ ശ്രദ്ധ ആകർഷിച്ചതാണ്. നിയമങ്ങൾ വെട്ടിക്കുറക്കണമെന്ന് മുറവിളിയുണ്ടായിരുന്ന കാലത്താണ് കേരള PSCയുടെ മികച്ച